10 കോടി മാസത്തിൽ വരുമാനമുള്ള ഒരാളാണ്. അദ്ദേഹം ഹലാലായ വിധത്തിലാണ് സംവിധാനിക്കുന്നത്, അത് മുഴുവൻ സമാർജിക്കുന്നത്. അതിൻ്റെ സക്കാത്തും സദക്കയും ലക്ഷങ്ങളായി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ബാക്കി അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ട്, ബാങ്കിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വന്നാൽ ഈ 10 രൂപ മാത്രം വരുമാനമുള്ളവൻ്റെ, കഷ്ടപ്പാടും വിഷമവുമായി ജീവിക്കുന്നവൻ്റെ കല്യാണ വീട് പോലെ തന്നെ ആകണം എന്ന് ശഠിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാരുടെ ഏത് നിയമമാണിത്? അപ്പോഴേക്ക് ധൂർത്ത്, അനാവശ്യം, അമിതവ്യയം. ഈ ധൂർത്ത്, അമിതവ്യയം എന്ന് പറയുന്ന സാങ്കേതിക പ്രയോഗത്തിന് നിർവചനം കണ്ടെത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. സൈക്കിളിന് വകയില്ലാത്തവൻ നടന്നു പോകും, അവൻ കാറിൽ പോകുന്നവനെ അത് ധൂർത്താന്ന് പറയേണ്ട കാര്യമില്ല. നമുക്കൊക്കെ ഒരു സാധാരണ കാറ് വാങ്ങാനേ കഴിയുന്നുള്ളൂ. അൽഹംദുലില്ലാ, ഉള്ളത് വലിയ സന്തോഷമാണ്. എന്നാൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, പണക്കാരുണ്ട്. സക്കാത്ത് കൊടുത്ത് സംശുദ്ധമായി പണം സ്വീകരിച്ച് അതിൻ്റെയും ശേഷം സദക്കയും ചെയ്ത് പിന്നെയും കോടികൾ ബാക്കിയുള്ള ആളാണ്. അദ്ദേഹത്തിന് വേഗം സഞ്ചരിക്കണം. ഇനി വേഗം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുക. അനുവദനീയമായ 10-20 കോടി രൂപ കയ്യിലുള്ളവന് അവന് ഹെലികോപ്റ്ററോ വിമാനം വാങ്ങിക്കൂടെ? ഇത് ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം, ഇസ്ലാമിക സമൂഹത്തിൽ അസൂയ ഇസ്ലാമികവൽക്കരിക്കും. അതെങ്ങനെയാണ്? ഉള്ളവനോട് കാണുന്ന കുശുമ്പും കുറുമ്പും അതെങ്ങനെയെങ്കിലും ഒന്ന് ദേഷ്യം പറഞ്ഞു തീർക്കണം. കണ്ടില്ല, അയാൾ പോകുന്നു, വലിയ കാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചൊറി പറഞ്ഞു തീർക്കുകയാണ്. നമുക്ക് ആഖിറം മതി, നമുക്കെല്ലാം ആഖിറത്തിൽ വെച്ച് ലഭിക്കും എന്ന ആ ഒരു രീതി വിശുദ്ധ ഖുർആനിനോട് നടത്തുന്ന വെല്ലുവിളിയാണ്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം, അവൻ ഭൗതികമായ വിഭവങ്ങളോ സന്തോഷങ്ങളോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഈ ലോകത്തെ ജീവിതം കഷ്ടപ്പാടിൻ്റെയും വിഷമത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും മാത്രം മേഖലയിൽ തളച്ചിട്ട് കണ്ടം വെച്ച കുപ്പായം ധരിച്ച് ഒട്ടിയ വയറുമായി മാത്രം ജീവിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് ശരിയായ ഇസ്ലാമിക ജീവിതം എന്ന തെറ്റായ ധാരണയും. ക്ഷമയോടുകൂടി ആ ഒരു ജീവിതത്തെ തിരുത്താനാണ് പരിശുദ്ധ ഖുർആൻ നേരിട്ട് പറയുന്ന വചനമാണ്. ഇല്ലായ്മ കൊണ്ട് ക്ഷമയോടുകൂടി ആ ഒരു ജീവിതത്തെ സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അനുവദനീയമായത് ലഭിച്ചിട്ടും അർഹമായ വിഭവങ്ങൾ പടച്ച തമ്പുരാൻ സമ്മാനിച്ചിട്ടും അതൊന്നും വേണ്ടത്ര ഉപയോഗിക്കാതെ അതിനെയെല്ലാം വർജിക്കുന്നതാണ് ശരിയായ ഭക്തിയുടെ മാർഗം എന്ന ഒരു തെറ്റിദ്ധാരണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ വചനം സൂറത്തുൽ ആറാഫിലെ 32-ാമത്തെ ആയത്ത്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസതൻ യൗമൽ ഖിയാമ കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. ഭക്തവിശ്വാസികളായ വലിയൊരു വിഭാഗത്തിൻ്റെ തെറ്റായ ഒരു ധാരണ തിരുത്തുന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഈ സന്ദേശം. എവിടെ നിന്നോ ധരിച്ചു വെച്ച ചില അബദ്ധങ്ങൾ മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങളായി കാണുകയും ആവശ്യമില്ലാതെ സാഹസപ്പെട്ട് അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം. അവൻ ഭൗതികമായ വിഭവങ്ങളോ സന്തോഷങ്ങളോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഈ ലോകത്തെ ജീവിതം കഷ്ടപ്പാടിൻ്റെയും വിഷമത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും മാത്രം മേഖലയിൽ തളച്ചിട്ട് കണ്ടം വെച്ച കുപ്പായം ധരിച്ച് ഒട്ടിയ വയറുമായി മാത്രം ജീവിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് ശരിയായ ഇസ്ലാമിക ജീവിതം എന്ന തെറ്റായ ധാരണയും. ഇത് തിരുത്താനാണ് പരിശുദ്ധ ഖുർആൻ നേരിട്ട് പറയുന്ന വചനമാണ്. ഇല്ലായ്മ കൊണ്ട് ക്ഷമയോടുകൂടി ആ ഒരു ജീവിതത്തെ സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അനുവദനീയമായത് ലഭിച്ചിട്ടും അർഹമായ വിഭവങ്ങൾ പടച്ച തമ്പുരാൻ സമ്മാനിച്ചിട്ടും അതൊന്നും വേണ്ടത്ര ഉപയോഗിക്കാതെ അതിനെയെല്ലാം വർജിക്കുന്നതാണ് ശരിയായ ഭക്തിയുടെ മാർഗം എന്ന ഒരു തെറ്റിദ്ധാരണ. അതാണ് തിരുത്തേണ്ടത്.
പരിശുദ്ധ ഖുർആനിന്റെ ഈ ചോദ്യം തന്നെ അത്തരം ഒരു വിഭാഗം ഭക്തിയുടെ പേരിൽ ഭൗതിക സുഖ സൗകര്യങ്ങളെ ആവശ്യമില്ലാതെ വർജിക്കുമെന്നും അത് അബദ്ധമാണെന്നും പഠിപ്പിക്കുന്നതാണ്. നബി തങ്ങളോട് അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേ, ഭക്തി ജീവിതത്തിലൂടെ മുന്നേറുന്നവർക്ക് ചിലപ്പോഴിതൊന്നും മനസ്സിലാവില്ല. വ്യക്തമായും ഒരാൾ പറഞ്ഞു കൊടുക്കണം. മൻ ഹറമ സീനത്തല്ലാഹ്, അള്ളാഹുവിന്റെ അലങ്കാരത്തെ ആരാണ് ഹറാമാക്കുന്നത്, ആരാണ് നിഷിദ്ധമാക്കുന്നത്? അള്ളാഹു നൽകുന്ന അലങ്കാരങ്ങൾ, സൗന്ദര്യങ്ങൾ, സന്തോഷങ്ങൾ, ആഡംബരങ്ങൾ, അനുവദനീയമായ രീതിയിലുള്ള അള്ളാഹു തആല സമ്മാനിച്ച അലങ്കാരത്തെ, സൗന്ദര്യത്തെ ആരാണ് നബിയെ നിഷിദ്ധമാക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക. അല്ലത്തി അഖ്റജ ലിഇബാദിഹി, വിശുദ്ധ വേദത്തിലെ വചന രീതിയിലെ ഓരോ ശൈലിയും ശ്രദ്ധിക്കണം. ഈ സീനത്തുല്ലാഹ്, അള്ളാഹു നൽകിയ വസ്ത്രത്തിലെ, വാഹനത്തിലെ, പാർപ്പിടത്തിലെ, ഭക്ഷണത്തിലെ അലങ്കാരങ്ങൾ, സുഭിക്ഷമായ, ധന്യമായ, സമ്പന്നമായ അവസ്ഥ, അതിനാണ് സീനത്തുല്ലാഹ്. അള്ളാഹു പേര് നൽകിയിരിക്കുന്നത് ഭൗതിക അലങ്കാരം എന്നല്ല, അള്ളാഹു നൽകുന്ന സീനത്താണത്. സമ്പത്ത്, ഐശ്വര്യം, ഭക്ഷണത്തിലും വിഭവത്തിലും പാർപ്പിടത്തിലുമുള്ള സന്തോഷം, അത് ഹറാമാക്കാൻ ആര് പറഞ്ഞു നിങ്ങളോട്? അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അള്ളാഹു അവന്റെ വിശുദ്ധ ദാസന്മാർക്ക് വേണ്ടിയാണ് മൗലികമായി അവയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതൊരു വല്ലാത്ത വാക്കാണ്. ഭൗതിക ലോകത്തുള്ള വിഭവങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ അടിസ്ഥാനപരമായി പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അള്ളാഹുവിന്റെ വിശുദ്ധ ദാസന്മാരുടെ ഉപഭോഗത്തിന് വേണ്ടി, അവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അള്ളാഹു തആല വെച്ചത്. ഇവിടെ സീനത്തുല്ലാഹ്, അള്ളാഹുവിന്റെ അലങ്കാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്കും അർത്ഥത്തെ തിരിച്ചുവിടേണ്ടതില്ല. അനുവദനീയമായ രീതിയിലുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വാഹനം, ഇവയെല്ലാം അള്ളാഹു തആല അനുവാദത്തോടു കൂടി നൽകിയതാണെങ്കിൽ അതിൽ ഒരു അപാകതയുമില്ല. യഥേഷ്ടം ഉപയോഗിക്കാം. ഹറാമായ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രാമാണികമായ പ്രോക്തങ്ങളെ കൊണ്ട് നിഷിദ്ധമായത് വല്ലതും വരുമോ? അത് ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു തആല ഹറാമാക്കിയത് വ്യക്തമാണ്. അള്ളാഹു തആല ഹറാമാക്കിയത് മുഴുവൻ പരിമിതങ്ങളാണ്, പരാമർശിച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ള മൊത്തം സംഗതികൾ ഹലാലാണ്. ഈ ഹലാലായ സംഗതികളിലെ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും എത്രയും ഉപയോഗിക്കാം, നന്ദിയുള്ളവരായി തീരണമെന്ന് മാത്രം. സീനത്തുല്ലാഹി എന്ന് പറഞ്ഞു നിർത്താതെ പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത് വത്വയ്യിബാത്തി മിനർ റിസ്ഖ്, വിഭവത്തിൽ നിന്ന്, ഉപജീവന സംവിധാനത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് ത്വയ്യിബാത്തിനെ, ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നല്ലതായി തോന്നുന്ന ഹലാലായ സംവിധാനങ്ങളാണ് അത്വയ്യിബാത്ത്. അതിലൊരു കുഴപ്പവുമില്ല എന്ന് സാമാന്യ ബുദ്ധി പറയുന്നു. അത് അനുവദനീയമായതുമാണെങ്കിൽ അത് സൈക്കിളിൽ തന്നെ സഞ്ചരിക്കണമെന്നില്ല, ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാം. വത്വയ്യിബാത്തി മിനർ റിസ്ഖ്, റിസ്ഖ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഈ പ്രയോഗം പൊതുവെ ഭക്ഷണം എന്നർത്ഥം വെക്കുന്നവരുണ്ട്. വിഭവം എന്നർത്ഥം വെച്ചാൽ, അഥവാ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം റിസ്ഖാണ്. ഇൽമു പോലും നമുക്ക് റിസ്ഖാണ്, വസ്ത്രം റിസ്ഖാണ്, പാർപ്പിടം റിസ്ഖാണ്. അള്ളാഹു ഉപജീവന സംവിധാനമായി സമ്മാനിക്കുന്ന ഏത് സൗകര്യങ്ങൾക്കും അർ റിസ്ഖ് എന്നാണ് പറയുക. വത്വയ്യിബാത്തി മിനർ റിസ്ഖ്, റിസ്ഖിൽ നിന്ന്, ഉപജീവന സംവിധാനത്തിൽ നിന്ന് ത്വയ്യിബാത്ത്. ത്വയ്യിബാത്ത് എന്താണ്? എല്ലാവർക്കും നല്ലതാണെന്ന് തോന്നിയാൽ പോരാ, സാമാന്യ ബുദ്ധിക്ക്, സമബുദ്ധിക്ക് നല്ലതാണെന്ന് അഭിപ്രായമുള്ളതോടൊപ്പം ഹലാലാവുകയും വേണം. അതിനാണ് ത്വയ്യിബാത്ത് എന്ന് പറയുക. എന്നാൽ റിസ്ഖ് എന്നാൽ ഭക്ഷണം മാത്രമല്ല, വസ്ത്രം റിസ്ഖാണ്, ബുദ്ധി റിസ്ഖാണ്, നമ്മുടെ ആരോഗ്യം റിസ്ഖാണ്, വാഹനവും പാർപ്പിടവും ഒക്കെ അള്ളാഹു ഉപജീവന സംവിധാനമായി നമുക്ക് സൗകര്യപ്പെടുത്തി തന്നതാണ്. അവയിൽ നിന്ന് നല്ലതിനെ ആരാണ് ഹറാമാക്കുന്നത്? അത് പാടില്ലെന്ന് പറയാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ചില മതസമൂഹങ്ങളിലെ
അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഭൗതിക സംവിധാനത്തോട് വിരക്തി കാണിക്കുകയും വഴി മാറിപ്പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് മതത്തിന്റെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ വെച്ച് കെട്ടുന്നത് ശരിയല്ല. കാരണം ഇത് വിശുദ്ധ ഖുർആനാണ്. ഏത് ആധ്യാത്മിക സത്യത്തിൻ്റെയും അടിസ്ഥാന സോഴ്സ്, മാനദണ്ഡം ഖുർആനാണ്. ഖുർആനിൽ പറയുന്നത് അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ അലങ്കാരങ്ങൾ, ഭൗതിക സംവിധാനങ്ങൾ. വത്വയ്യിബാത്തി മിന റിസ്ഖ്, നല്ല ആട്ടിറച്ചിയും മാട്ടിറച്ചിയും ഭൗതികമായ വിഭവങ്ങൾ, അതൊന്നും വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. വത്വയ്യിബാത്തി മിന റിസ്ഖ് ഖുൽ, നബിയെ താങ്കൾ പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ, അവ അള്ളാഹു സംവിധാനിച്ചത് സത്യവിശ്വാസികൾക്ക് വേണ്ടിയാണ്. ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ നമുക്ക് ആഖിറം മതി, നമുക്കെല്ലാം ആഖിറത്തിൽ വെച്ച് ലഭിക്കും എന്ന ആ ഒരു രീതി വിശുദ്ധ ഖുർആനിനോട് നടത്തുന്ന വെല്ലുവിളിയാണ്. എന്തുകൊണ്ട്? ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ, ഐഹികമായ ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല അവ സംവിധാനിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഖാലിസത്തൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ സത്യവിശ്വാസികൾക്ക് മാത്രമേ അത്തരം ഒരു ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ ലോകത്ത് അത്വയ്യിബാത്തും അതുപോലെ സീനത്തുല്ലാഹിയും മുഴുവൻ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ, വിവരമുള്ള സമൂഹത്തിന് ഇത്തരം ദൃഷ്ടാന്തങ്ങളെ ഇതുപോലെ അല്ലാഹു തആല വിശദീകരിച്ച് തരികയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയാണല്ലോ പലപ്പോഴും കണ്ടം വെച്ച കോട്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂട്ടുപിടിക്കുക. ഇല്ലായ്മയുടെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വരും. ഉമറുൽ ഫാറൂഖിന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയിട്ടില്ല, ആഡംബരം നിറഞ്ഞ വസ്ത്രം ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിക കാലത്തെ ആദ്യ സമൂഹത്തിന്റെ സാമ്പത്തികമായ ഉന്നമനത്തിന്റെ പടവുകളിലായിരുന്നു അവര്. ക്ഷേമരാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ അവരുടെ കയ്യിലൊന്നും ഇല്ല, അനുവദനീയമായതൊന്നും ഇല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായും ക്ഷമിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്നാൽ ഫാറൂഖ് പറഞ്ഞ ഒരു വാക്കെന്താണ്? അൽ ഇമാമുൽ ഖുർത്തുബി തഫ്സീറിൽ പറയുന്നുണ്ട്, ഉമറുൽ ഫാറൂഖാണ് ഇത് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇദാ വസ്സഅ അല്ലാഹു അലൈക്കും ഫൗസിഉ, അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിശാലത സ്വീകരിക്കുവീൻ. ഇതെന്ന് നമ്മൾ പറയണം. ചെരുപ്പിടാതെ, സൈക്കിള് പോലും ഇല്ലാതെ കാൽനടയായി മാത്രം നടക്കേണ്ട ഒരു പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക ഗതി ഉള്ളതെങ്കിൽ അങ്ങനെ തന്നെ ആവാം, ക്ഷമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുക. എന്നാൽ സൈക്കിളിൽ നിന്ന് മാറി മോട്ടോർ ബൈക്ക് വാങ്ങാൻ സാമ്പത്തികമായി അനുവാദമുള്ളത് ലഭിച്ചാൽ അങ്ങോട്ട് ഉയരുകയാണ് വേണ്ടത്. ജീവിത സൗകര്യത്തിന്റെ വിസ്തൃതി ഇനിയും കാറിലേക്കും ഇനിയും ഉയർന്ന് ഹെലികോപ്റ്ററിലേക്കും എത്തിയാൽ ഇദാ വസ്സഅ അല്ലാഹു അലൈക്കും ഫൗസിഉ, അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകിയാൽ നിങ്ങൾ വിശാലത സ്വീകരിക്കുവീൻ. ഈ ഒരു വാക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ചില അബദ്ധധാരണ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കൂടുതൽ ഭൗതിക ഐശ്വര്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ അതിനൊക്കെ നന്ദി കാണിക്കാൻ കഴിയോ എനിക്ക്? അതിനൊക്കെ അള്ളാഹുവിന് മറുപടി കൊടുക്കണ്ടേ? പറഞ്ഞു കേട്ടാൽ തോന്നുക ഇപ്പോഴവരനുഭവിക്കുന്നതിനൊക്കെ നന്ദി കാണിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നാണ്. എന്തൊരബദ്ധമാണിത്! നാം ശ്വസിക്കുന്ന സ്വച്ഛന്തമായി, മധുര മനോഹരമായി, ഒരു ചെലവുമില്ലാതെ, അധ്വാനം ഏതുമില്ലാതെ നാം വായു ശ്വസിക്കുന്നു, ഓക്സിജൻ. ഒരു മുടക്കുമില്ല, 24 മണിക്കൂറും ഉറക്കിലും ഉണർവിലും. ഇതിന് മാത്രം നന്ദി കാണിക്കാൻ നമുക്ക് എങ്ങനെയാ പറ്റുക? മരണം നാൾ വരെ സുജൂദിൽ തന്നെ കിടന്നാലും ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന ശ്വസനത്തിന്, ഓക്സിജന് മാത്രം നന്ദി തിരിച്ച് പ്രവർത്തനമായി അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ല. തോപ്പിക്കാനൊന്നും മെനക്കെടണ്ട, സാധിക്കില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആത്മകഥയുണ്ട്, അർ-റിഹ്ല. ഷാഫിഈ ഇമാമിന്റെ കിതാബ.
അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അലിമാം അബ്ദുൽ വഹാബ് ഷഹറാനിയൊക്കെ അത് ഉദ്ധരിച്ച് കണ്ടിട്ടുണ്ട്. ഷാഫിഈ ഇമാം ചെറിയ പ്രായത്തിൽ ദർസിൽ ഓതി പഠിച്ചത് മദീന മുനവ്വറയിലാണ്, ഇമാം മാലിക് ബിൻ അനസിന്റെ ദർസിലാണ്. അന്ന് ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും കാലമായിരുന്നു. അത് കഴിഞ്ഞ് ഷാഫിഈ ഇമാം പിന്നീട് മക്കയിലേക്ക് പോയി, പിന്നീട് ഷാമിലേക്ക് പോയി. കുറെ കാലം കഴിഞ്ഞ് വീണ്ടും മദീന മുനവ്വറയിലേക്ക് പോകാനുള്ള സന്ദർഭം ഉണ്ടായി. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ആത്മകഥയിൽ പറയുന്ന കാര്യമായത്, രണ്ടാമത് വലുതായ ശേഷം മദീന മുനവ്വറയിൽ എത്തിയപ്പോൾ ഇമാമുൽ മദീന, മുസ്ലിം ഉമ്മത്തിന്റെ ലോകൈക മഹാഗുരു അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂതലമാകെ വൈജ്ഞാനിക പ്രഭ കൊണ്ട് പ്രകാശിപ്പിക്കും ഖുറൈശിയിലെ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞ ഇമാമുന ഷാഫിഈ. അത് റസൂലുള്ളാഹിയുടെ പ്രവചനാണ്. എന്നാൽ ലോകത്ത് ഇസ്ലാമിക വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഇല്ല ആലിമുൽ മദീന, മദീനയിലുണ്ടാകും ഒരു ആലിം, ആ ആലിമായിരിക്കും അവലംബം. അങ്ങനെ ഒരാൾ വരാനുണ്ടെന്ന് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. ആ മഹാന്റെ അടുത്തേക്കാ ഷാഫിഈ ഇമാം പോകുന്നത്. ഇത് മനസ്സിരുത്തി കേട്ടാൽ ഈ ഭക്തവിശ്വാസികളായ ആളുകളുടെ വലിയ ഒരു സുഖക്കേട് മാറും. ഇല്ലായ്മയിൽ വീണ്ടും പറയുന്നു, ക്ഷമയോടുകൂടി ജീവിക്കുന്നതിനൊരു കുഴപ്പമില്ല. ഉള്ളവരോട് അസൂയയും കുറുമ്പും കാണിക്കരുത്. ഉള്ളവർ ഐശ്വര്യത്തിൽ ആഡംബരത്തിൽ ജീവിക്കട്ടെ. ഷാഫിഈ ഇമാം പറയാ, ഞാൻ മദീന പള്ളിയിൽ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച തന്നെ എന്നെ വിഭ്രമിപ്പിച്ചു. എന്താണ്? ഒരു പ്രത്യേകമായ ചാരു കസേരയിൽ സ്വർണത്തിന്റെ ലിപികളാൽ മുദ്രണം ചെയ്ത അതിമനോഹരമായ പുടവ തന്റെ ഇരിപ്പിടത്തിന്റെ ചുറ്റും പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യകാല ഇമാമിന്റെ ദർസ് നടത്തുന്ന പീഠം, സ്വർണത്തിന്റെ ഉല്ലേഖനങ്ങൾ എഴുതിയ കസേര. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരത്ഭുതം! ഇത്രയും വലിയ ആഡംബരപൂർണമായ പീഠത്തിലാണല്ലോ എൻ്റെ ഗുരുനാഥൻ ദർസ് നടത്തുന്നത്. ഷാഫിഈ ഇമാം പോലും പറയുന്നു, ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. 10-20 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥയല്ല, ആകെ മാറിപ്പോയി. അങ്ങനെ ദർസൊക്കെ കഴിഞ്ഞു. മാലിക് ഇമാമിന് വല്ലാത്ത ഇഷ്ടമാണല്ലോ പ്രിയപ്പെട്ട ശിഷ്യൻ. 13ാമത്തെ വയസ്സിൽ തന്നെ ഫത്വാക്ക് അധികാരം കൊടുത്തിട്ടില്ലേ ഇമാമുന ഷാഫിഈ. തന്റെ ശിഷ്യനെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. വീട്ടിലേക്ക് ചെന്നപ്പോഴോ അതിനേക്കാളും വലിയ അത്ഭുതം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയം, സാമ്പത്തികമായ മേൽക്കോയ്മ, അതെല്ലാം ഭരണാധികാരികളും പണക്കാരും അവരുടെ ഉസ്താദായ, അവരുടെ ഷെയ്ഖായ, അവരുടെ ഇമാമായ മാലിക് ഇബ്നു അനസിന് സമ്മാനിച്ചു. അനുവദനീയമായ രീതിയിൽ കിട്ടിയ വലിയ വലിയ കാര്യങ്ങൾ. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ 100 കണക്കിന് റൂമുകളുള്ള പ്രവിശാലമായ വീടായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദീനയിലെ ഭവനം എന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നു. ഇമാം മാലിക്, എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, മുഹമ്മദ് അകത്തേക്ക് പോയി ആ ഷെൽഫിൽ 5 ലക്ഷം ദീനാറുണ്ട്, അതെടുത്തു കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്, 5 ലക്ഷം ദീനാർ അതെടുത്തു കൊണ്ടുവാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ മുഹമ്മദേ, നിനക്ക് കുറെ തിടുക്കങ്ങളുണ്ട്, നിന്റെ നാട്ടിലും കൂട്ടുകാർക്കും ഒക്കെ തിടുക്കങ്ങളുണ്ട്. ആ പൈസ നീ എടുത്തോളൂ, നീ കൊണ്ടുപോയിട്ട് നിന്റെ ആവശ്യം പൂർത്തീകരിച്ചോ. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ ഷാഫിഈ ഇമാം ചെയ്തത് എന്താണ്? അത് സ്വീകരിച്ചു. മക്കയിലേക്ക് ചെന്ന് മക്കയിലെ പ്രവിശ്യകളിലെ തന്റെ കുടുംബത്തിലും മറ്റുമുള്ള പാവപ്പെട്ടവർക്ക് വീതം വെച്ചു കൊടുത്തു. ഇവിടെയാണ് 5 ലക്ഷം ദീനാറുമായി അളമാരിയിൽ സൂക്ഷിക്കുന്ന ഒരു ഇമാമ് ഗുരുനാഥനാകുമ്പോൾ അത് കൊടുക്കാനും പഠിക്കണം. ആവശ്യക്കാരുടെ മുമ്പിൽ കൊടുക്കാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ ഷാഫിഈ ഇമാമിന് ഒരു ദർസ് പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദ്. എന്തായിരുന്നു ആ ദർസ്? മോനെ, നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു അല്ലേ? വലിയ വീടും പത്രാസും സൗകര്യവും പണവും പ്രതാപവും അള്ളാഹു നമുക്ക് സമ്മാനിച്ചതാണ്. നമുക്ക് അറബ് ലോകങ്ങൾ കടന്ന് ഉന്നതമായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രവിശ്യകൾ വളർന്നപ്പോൾ അവിടെയൊക്കെയുള്ള ശിഷ്യഗണങ്ങളും സ്നേഹജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടെത്തരുന്ന വിഭവങ്ങളാണിത്. ഇത് പ്രയോജനപ്പെടുത്താനാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതിന് ഉപോത്ബലകമായി സംഭവം എന്താ? അൽ ഇമാമുൽ ബുഖാരി തന്റെ കിതാബുൽ മുഫ്രദിൽ, അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. ഇതൊക്കെ നാം ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും ഉള്ളവരോട് അസൂയ ഉള്ളതുകൊണ്ട് ഈ പരമദരിദ്രവാസികൾക്ക് അനുകൂലമായി ആയത്തും ഹദീസും എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്ത് പ്രസംഗിക്കും. കുഴപ്പമൊന്നുമില്ല, അതും ശരിയാണ്. അസ്ഹാബു സുഫ, വസ്ത്രം ധരിക്കാൻ വകയില്ലാതെ, ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിച്ച പാവപ്പെട്ട മദീനയിലെ ആളുകൾ, അവരോട് സ്വാഭാവികമായും അവരുടെ അവസ്ഥക്ക് അനുകൂലമായ പ്രമാണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് സംതൃപ്തി നൽകുന്ന ഒരു വല്ലാത്ത അവസ്ഥ അത് തിരുനബി സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലാത്തവനോട് അങ്ങനെ തന്നെയല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്? മനസ്സമാധാനത്തിന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? ക്ഷമയുടെ കാര്യങ്ങളല്ലേ പഠിപ്പിക്കേണ്ടത്? എന്നാൽ ഉള്ളവർക്ക് ഉള്ളതിനെ പ്രയോജനപ്പെടുത്താനുള്ള അനുവാദം, ഇത് ശ്രദ്ധിക്കുക. സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട സ്വഹാബി അംർ ഇബ്നുൽ ആസ്, അറിയാമല്ലോ എല്ലാവർക്കും, ലോകത്തെ മുഴുവൻ വിറപ്പിച്ച് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വരുതിയിലേക്ക് കൊണ്ടുവന്ന സൈനിക നായകനാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. കോടികളുടെ സമ്പാദ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന ആള്. അദ്ദേഹത്തിന്റെ തുടക്കത്തിന്റെ കഥ എന്താ? റസൂലുള്ളാഹി വിളിച്ചിട്ട് പറഞ്ഞു, യാ അംർ, മോനെ അംറേ, ഇന്നി ഉരീദു അൻ അബ്അസക അലാ ജയ്ഷ്, സൈന്യത്തിന്റെ മേധാവിയായി നിന്നെ ചില വിന്യാസത്തിന് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ അവിടെയൊക്കെ പോയിട്ട് ഫയുഗ്നിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് സമ്പത്ത് തരും, യുദ്ധാർജിത മുതലുകൊണ്ട് നീ സമ്പന്നനാകും. യുദ്ധാർജിത മുതലുകളൊക്കെ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഹലാലായ വിധത്തിലുള്ള വലിയ പണക്കൂമ്പാരങ്ങൾ ഞാൻ നിനക്ക് വാരിക്കോരിത്തരും അംറേ. സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ടീച്ചിങ്, അപ്രോച്ചിങ്, എന്തൊരു സന്തോഷം. ഖുറൈശികളിലെ വില്ലാളി വീരനാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടാണ് പറയുന്നത്, സൈന്യാധിപനായി ഉയരണം, സാമ്പത്തികമായി നിനക്ക് വലിയ ഐശ്വര്യ ലോകം നിന്നെ കാത്തിരിക്കുന്നു. അപ്പോഴ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മോശക്കാരനല്ല. അദ്ദേഹം തന്നെയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഇന്നി ലം ഉസ്ലിം റഗ്ബതൻ ഫിൽ മാൽ, ഇന്നമാ അസ്ലംതു റഗ്ബതൻ ഫിൽ ഇസ്ലാമി ഫഅകൂന മഅ റസൂലില്ലാഹ്. എനിക്ക് പണമോഹമോ ധനചിന്തയോ അല്ല ഇസ്ലാമിലേക്ക് എന്നെ കൊണ്ടുവന്നത്. എനിക്ക് അള്ളാഹുവിനെ കിട്ടണം, റസൂലുള്ളാഹിയുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി, അതാണ് എൻ്റെ മോഹം എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? അത് ശരിയാ, റസൂലുള്ളാഹിയുടെ കൂടെ അള്ളാഹുവിനെ കിട്ടി ജീവിച്ചാൽ മതി, അതുകൊണ്ട് നീ എങ്ങോട്ടും പോകണ്ടെന്നല്ല. മറിച്ച് യാ അംർ നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹ്, മോനെ അംറേ, നീ ഒരു തത്വം പഠിക്കണം. നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹ്, നല്ല മനുഷ്യന് നല്ല പണമുണ്ടാകുന്നത് എന്തുമാത്രം നല്ലതാണ്. രണ്ട് നിബന്ധനയുണ്ട്. നല്ല മനുഷ്യന്റെ കയ്യിൽ കിട്ടണം പണം. സക്കാത്തും സദഖയും പാവപ്പെട്ടവരോടുള്ള കാരുണ്യവും റിലീഫ് പ്രവർത്തനങ്ങളും ചാരിറ്റിയും ഒക്കെ ചെയ്യുന്ന നല്ല മനുഷ്യരുടെ കയ്യിൽ കോടികൾ വന്നുകൂടട്ടെ. നിഅമൽ മാലു സ്വാലിഹ്, സമാർജിക്കുന്ന സ്വത്തും അനുവദനീയമായ രീതിയിൽ കിട്ടുന്നതാവണം. സ്വാലിഹായ പണം സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ. നമുക്കറിയാം, ഇന്നും കോടിക്കണക്കിന് പട്ടിണിപ്പാവങ്ങളെ ഊട്ടുന്ന, സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന എത്രയെത്ര പണക്കാരുണ്ട്. അവര് പള്ളിയിൽ വെച്ച് ഒന്നുമില്ലാതെ നമസ്കരിച്ച് നോമ്പ് നോൽക്കുന്നവനേക്കാൾ അള്ളാഹുവിങ്കൽ ശ്രേഷ്ഠനായി മാറുമെന്ന ഇസ്ലാമിക തത്വം നാം മറന്നു പോകരുത്. നിങ്ങൾ ശുദ്ധജലം, പച്ചവെള്ളം മാത്രം കുടിച്ചാൽ അതിന് ശുക്ർ ചെയ്യുവാൻ, അർഹമായ രീതിയിൽ നന്ദി കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയോ? മരണം വരെ സുജൂദിൽ കിടന്നാൽ ഒരു ഗ്ലാസ് ശുദ്ധജലം നമ്മൾ കുടിക്കുന്നു, അതിന് തിരിച്ച് നന്ദി കൊടുക്കാൻ, പടച്ചവന്റെ മുമ്പിൽ നന്ദി കാണിക്കാൻ നമുക്ക് കഴിയോ? എന്നിട്ടല്ലേ പിന്നെ ഫ്രിഡ്ജിലെ വെള്ളം വേണ്ടെന്ന് വെക്കുന്നു. അപ്പോഴുള്ള സമയത്ത് അനുവദനീയമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ഉപയോഗ സംവിധാനങ്ങൾ ഒറ്റ ഷർത്തേ ഉള്ളൂ. എന്താണ്? സമ്പാദിക്കുന്ന പണം അനുവദനീയമായ വഴിയിലൂടെ ആകണം. 2, അതിൻ്റെ വിഹിതം 2.5% പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കുകയും വേണം. അത് കഴിഞ്ഞ് ബാക്കി അള്ളാഹു സമ്മാനിച്ച സ്വത്ത്, ഒരാൾക്ക് 10 കോടിയുണ്ട്, ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ, എന്ത് പിഴച്ചു? 10 കോടി ഉള്ളവൻ എന്ത് പിഴച്ചു? 10 കോടി
മാസത്തിൽ വരുമാനമുള്ള ഒരാളാ. അദ്ദേഹം ഹലാലായ വിധത്തിലാണ് സംവിധാനിക്കുന്നത്, അത് മുഴുവൻ സമാർജിക്കുന്നത്. അതിൻ്റെ സക്കാത്തും സദക്കയും ലക്ഷങ്ങളായി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ബാക്കി അദ്ദേഹത്തിന്റെ പൈസ അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ട്, ബാങ്കിലുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വന്നാൽ ഈ 10 രൂപ മാത്രം വരുമാനമുള്ളവന്റെ, കഷ്ടപ്പാടും വിഷമവുമായി ജീവിക്കുന്നവന്റെ കല്യാണ വീട് പോലെ തന്നെ ആകണം എന്ന് ഷടിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാരുടെ ഏത് നിയമമാണിത്? അപ്പോഴേക്ക് ധൂർത്ത്, അനാവശ്യം, അമിതവ്യയം. ഈ ധൂർത്ത്, അമിതവ്യയം എന്ന് പറയുന്ന സാങ്കേതിക പ്രയോഗത്തിന് നിർവചനം കണ്ടെത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. സൈക്കിളിന് വകയില്ലാത്തവൻ നടന്നു പോകും, അവൻ കാറിൽ പോകുന്നവനെ അത് ധൂർത്താന്ന് പറയേണ്ട കാര്യമില്ല. നമുക്കൊക്കെ ഒരു സാധാരണ കാറ് വാങ്ങാനേ കഴിയുന്നുള്ളൂ. അൽഹംദുലില്ലാ, ഉള്ളത് വലിയ സന്തോഷമാണ്. എന്നാൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, പണക്കാരുണ്ട്. സക്കാത്ത് കൊടുത്ത് സംശുദ്ധമായി പണം സ്വീകരിച്ച് അതിൻ്റെയും ശേഷം സദക്കയും ചെയ്ത് പിന്നെയും കോടികൾ ബാക്കിയുള്ള ആളാണ്. അദ്ദേഹത്തിന് വേഗം സഞ്ചരിക്കണം. ഇനി വേഗം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുക. അനുവദനീയമായ 10-20 കോടി രൂപ കയ്യിലുള്ളവന് അവന് ഹെലികോപ്റ്ററോ വിമാനം വാങ്ങിക്കൂടെ? ഇത് ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം, ഇസ്ലാമിക സമൂഹത്തിൽ അസൂയ ഇസ്ലാമികവൽക്കരിക്കും. അതെങ്ങനെയാണ്? ഉള്ളവനോട് കാണുന്ന കുശുമ്പും കുറുമ്പും അതെങ്ങനെയെങ്കിലും ഒന്ന് ദേഷ്യം പറഞ്ഞു തീർക്കണം. കണ്ടില്ല, അയാൾ പോകുന്നു, വലിയ കാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചൊറി പറഞ്ഞു തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ആളെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തുക, എന്നിട്ട് ഒരു 20 ലക്ഷം രൂപ സ്വകാര്യമായി കൊടുക്കുക. നാളെ അദ്ദേഹവും കാറ് വാങ്ങാൻ പോകുന്നെന്ന് ഉറപ്പല്ലേ? അപ്പോഴ് ഇല്ലാത്തവർ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഉള്ളവൻ അത് ഉപയോഗിക്കുന്നതിനെ വിമർശിക്കരുത് എന്നാണ്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലത്തി അഖ്റജ ലിഇബാദി. ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ അതിമനോഹരമായ ശൈലി ഉണ്ടല്ലോ. വേണ്ടവരൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ എന്നല്ല. അള്ളാഹു അവന്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് വേണ്ടി, ലിഇബാദിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിഇബാദിഹി, അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട അടിമകൾ, അതായത് അവന്റെ വിശുദ്ധന്മാരായ ഔലിയാക്കൾ, അവരാണ് ഇബാദുല്ലാഹി. അത്തരം മുഅ്മിനീങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അള്ളാഹു ഈ ഭൗമികാന്തരീക്ഷത്തിൽ തടാകങ്ങളും താഴ്വരകളും പർവ്വതങ്ങളും തോട്ടങ്ങളും അലങ്കാരങ്ങളും, ഇതൊക്കെ എന്തൊരു സൗന്ദര്യം, സൗകര്യം. അള്ളാഹു പറയുകയാണ്, നാം ഇതൊക്കെ സംവിധാനിച്ചത് ആർക്ക് വേണ്ടിയാണെന്നറിയുമോ? അഖ്റജ ലിഇബാദിഹി, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക്. അല്ലെങ്കിലും സുഖ സൗകര്യത്തോടു കൂടിയുള്ള സമയത്ത് ഒരു ദർസ് നടത്തുക, സന്തോഷത്തോടു കൂടി ആഹാരം കഴിച്ച് തൻ്റെ അതിഥികളെ സ്വീകരിച്ച് ഇസ്ലാമികമായ കാര്യങ്ങൾ സേവനം ചെയ്യുക, അത് എത്രമാത്രം സംതൃപ്തമാണ്. ഇങ്ങനെയൊക്കെ ഭൗതിക ആഡംബര അലങ്കാര ജീവിതത്തെ ന്യായീകരിക്കുന്നത് നമ്മുടെ താല്പര്യമല്ല, പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണിത്. ആ ആയത്തിന്റെ ധ്വനി, പരിശുദ്ധ വചനത്തിന്റെ മർമ്മം നാം ഉൾക്കൊള്ളണം. അതേ, പരിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിന്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാണ് പൂർവസൂരികളായ മഹാന്മാരൊക്കെ ആഡംബരപൂർണമായ വസ്ത്രം ധരിച്ചത് എന്നും കൂടി നാം അറിയണം. ഈ ആയത്തുണ്ടെന്ന് കരുതി ഇതിനൊക്കെ തെളിവാക്കാൻ പറ്റുമോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ വളരെ വ്യക്തമായ മറുപടി അൽ ഇമാമുൽ ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സയ്യിദി അൽ ഇമാം അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അതേ ഷെയ്ഖുൽ ഇമാം മാലിക്, അൽ ഇമാം മാലിക്കിന്റെ ഷെയ്ഖാണ് അൽ ഇമാമു സയ്യിദി അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിത വസ്ത്ര രീതിയെ കുറിച്ച് പറയുന്നത്, കാന യൽബസു കസാഅ ഖിസ്ദിൻ ബി50 ദീനാറൻ, 50 ദീനാർ വിലയുള്ള നല്ല മിനുസമാർന്ന വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിക്കുക, ഉഷ്ണകാലത്തേക്ക് മാത്രം. എന്നാൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യും. ശൈത്യകാലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഈജിപ്ഷ്യൻ നിർമ്മിതമായ പ്രത്യേക കരകളും തൂവലുകളും വെച്ച 2 വസ്ത്രം ഒരുമിച്ചാണ് ധരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അള്ളാഹു പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാത്തി മിനർ റിസ്ഖ്. ഈ ഖുർആനിക സാക്ഷ്യത്തെ പ്രയോഗവൽക്കരിക്കാനാണ് ഞാൻ ഈ ആഡംബര ഭൗതിക സന്തോഷമുള്ള രീതി
അതേ അൽ ഇമാമു സയ്യിദി അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക. ചിലരൊക്കെ പറയും ഖബറിലേക്ക് പോകാനുള്ള തടിയല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നത്, എന്നിട്ട് ബട്ടൺസും പോലും ഇടൂല. വേണമെങ്കിൽ അവർ പറയും അല്ലാഹു തആല നോക്കുന്നത് ഹൃദയത്തിലേക്കല്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും. ശരിയാണ്, അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കല്ല നോക്കുന്നത്. അല്ലാഹു തആല വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ശരിയാ, പക്ഷെ ജനങ്ങൾ നോക്കുന്നത് നമ്മുടെ ബാഹ്യ ലോകത്തേക്കാ. ജനങ്ങളുടെ ഇടയിൽ ആഡംബരവും അലങ്കാരവും അഭിമാനവും കാണിക്കുന്ന ഒരു ഡീസന്റ് സമൂഹമായി മാറണം. നാം പഠിക്കുക. അൽ ഇമാം ഇബ്നു സഅദ് ഉദ്ധരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനെയുമായി ഒരു വഴിക്ക് പോയി. ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് എത്താൻ നേരത്ത് റസൂലുള്ളാഹി എല്ലാവരെയും നിർത്തി ഒരു ബ്രേക്ക്. ഇതൊക്കെ വല്ലാത്ത അധ്യാപനാണ്. തന്റെ കൂടെ കുറേ സഹാബിമാരുണ്ട്. അവരൊക്കെ കൂടെ പുതിയൊരു സൊസൈറ്റിയിലേക്ക് കടന്നു ചെല്ലുക ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട്. അപ്പൊ റസൂലുള്ളാഹി എല്ലാവരെയും നിർത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്, സഹാബത്തിനോട് കൊടുക്കുന്ന ഉദാത്തമായ ഒരു നിർദ്ദേശം, അഹ്സിനൂ റിഹാലക്കും വഅജ്മിലൂ സിയാബക്കും ഹത്താ കഅന്നകും ശാമ്മത്തും മിനന്നാസ്. നിങ്ങളുടെ പാർപ്പിടങ്ങൾ, വാഹനങ്ങൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കി വേഗം ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കി. നോക്ക്, വല്ലാത്ത ഉപദേശമാണത്. അഹ്സിനൂ റിഹാലക്കും, നിങ്ങളുടെ വാഹനങ്ങളുടെ കിടപ്പും വസ്ത്രം തൂക്കിയിട്ടതും എല്ലാം ഒന്ന് മനോഹരമാക്കി വെക്കൂ. എന്തിന്? നിങ്ങളൊരു പുതിയ സമൂഹത്തെ സംബോധിക്കാൻ പോവുക. അവർക്ക് കണ്ടാൽ എന്തു തോന്നണം? 4 പണത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങൾ, എവിടെന്നോ കീറിപ്പറഞ്ഞു വന്നവർ എന്നല്ല. ഹത്താ കഅന്നകും ശാമ്മത്തും മിനന്നാസ്. ഇത് ഉറക്കിൽ പോലും വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. മുസ്ലിം സമൂഹം ഏതൊരു കൂട്ടത്തിലും ചെന്നാൽ ഹത്താ കഅന്നകും ശാമ്മത്തും മിനന്നാസ്, സൊസൈറ്റിയിലെ എടുപ്പുള്ള ഉയർത്തെഴുന്നേൽപ്പുള്ള, കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സമൂഹമായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. ഇത് റസൂലുള്ളാഹിയുടെ സ്വപ്നാണ്. ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ പ്രാകൃതമായ സൊസൈറ്റിയിലാണ് റസൂലുള്ളാഹി ജീവിച്ചത്. എന്നാൽ ആ റസൂലുള്ളാഹിന്റെ ജീവിത രീതി എന്താണ് കാണുന്നത്? ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തന്റെ തബഖാത്തിൽ ഉദ്ധരിക്കുക, ഇതൊറ്റക്ക് വായിക്കുമ്പോൾ ചിന്തിച്ചു പോകും. എന്നാണിത്? ഇന്നത്തെ ഈ സൗകര്യ സംവിധാനമൊന്നും ഇല്ലാത്ത കാലത്താ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന റസൂലുള്ളാഹി കാന യുസാഫിർ, അവിടുത്തെ പതിവ് യാത്രയിൽ കൂടെ കരുതുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ബിൽ മിഷ്ത്, നല്ല ചീർപ്പ്. ആ ചീർപ്പ് തന്നെ ആനക്കൊമ്പ് കൊണ്ടുള്ള ചീർപ്പ് എന്ന് വരെ ചില നിവേദനങ്ങളിലുണ്ട്. അക്കാലത്ത് അത്യാവശ്യം വില പിടിക്കുന്ന ആഡംബരത്തിന്റെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചീർപ്പ്. വൽ മിർആത്ത്, നല്ല ഒരു കണ്ണാടി. എന്തിനാ കണ്ണാടി? ആര് കാണാനാണ്? ആരെ നോക്കാനാണ്? ഹബീബ് റസൂലുള്ളാഹി യാത്രയിലുടനീളം കരുതുന്ന 5 സാധനങ്ങൾ: ഒന്ന് മനോഹരമായ ചീർപ്പ്, മറ്റൊന്ന് കണ്ണാടി, വദ്ദുഹൻ, എണ്ണ, തലയ്ക്കും താടിക്കും ഒക്കെ എണ്ണ കൊടുത്ത് ഭംഗിയാക്കാൻ. ചില ആളുകളോടൊക്കെ ഇത് പറയുമ്പോൾ, ഞാൻ തലയിലൊക്കെ എണ്ണ കണ്ടിട്ട് 10 വർഷമൊക്കെ ആയി, അഭിമാനത്തിലാ ചിലര് പറയാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു രീതിയിലുള്ള ഭൗതിക വിരക്തി അല്ല പഠിപ്പിച്ചത്. എണ്ണ കയ്യിൽ കരുതും. വസ്സിവാക്ക്, ബ്രഷ്, റസൂലുള്ളാഹിയുടെ യാത്രയിലെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം. വൽ കുഹിൽ, സുറുമ, അത് പ്രത്യേകിച്ച് അറേബ്യൻ കാലാവസ്ഥയിൽ അത്യാവശ്യ. ഈ സുറുമയും ബ്രഷും എണ്ണയും കണ്ണാടിയും ചീർപ്പും യാത്രയിൽ പോലും കരുതിക്കൊണ്ട് നടക്കുന്ന സയ്യിദുന നബിയ്യ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഇത് റസൂലുള്ളാഹി നടപ്പിൽ വരുത്തിയത് എന്തുകൊണ്ടാണ്? ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദിഹി, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി സൗകര്യമായി ഒരുക്കിയ അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ, സന്തോഷത്തെ, ആഡംബര ജീവിതത്തെ മറക്കരുത്. അനാവശ്യമായ ധൂർത്താവരുത്. നമ്പർ 2, ഖുർആൻ സുന്നത്ത് വിലക്കിയ രീതിയിലുള്ള ഒന്നുമേ ഉപയോഗിക്കരുത്. 3, പാവപ്പെട്ടവരുടെ വിഹിതം മറക്കരുത്. 4, അഹങ്കാരത്തിന് കാരണമാകരുത്. സൗന്ദര്യത്തിൽ ജീവിക്കുന്നതോടൊപ്പം നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. സൗന്ദര്യ ആരാധകന്മാരാവാതെ
സൗന്ദര്യ ആസ്വാദകന്മാരാകാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. സയ്യിദുനാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുദ്രാവാക്യം ദുനിയാവ് മുഴുവൻ കയ്യിൽ വന്നു, ലോക ചക്രവർത്തിയായി വാണപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതൊന്നും എന്റേതല്ല, ഇതൊന്നും എന്റെ കഴിവുകൊണ്ട് ആർജിച്ചതല്ല, ഹാദാ മിൻ ഫദ്ലി റബ്ബി, എന്റെ നാഥനായ അള്ളാഹു എനിക്ക് സമ്മാനിച്ചതാണ്. ഞാൻ നന്ദിയുള്ളവനാണോ തെളിയിക്കേണ്ടത് ഞാനാണ്. അതിനുള്ള യോഗം ഭാഗ്യം നമുക്കുണ്ടായാൽ നമുക്കും ഏറ്റുപറയാം. വത്വയ്യിബാതി മിനർ റിസ്ഖ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.